എല്ലാ പ്രിയ വ്യൂവേഴ്സിനും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നീനു. നമ്മളിൽ ഒരു നല്ല ശതമാനം മലയാളികളും ഒരു ദിവസം ആരംഭിക്കുന്നത് ഒരു കപ്പ് ചായയോ കാപ്പിയോ കുടിച്ചുകൊണ്ടാണ്. ചായ പലവിധത്തിൽ നമ്മൾ തയ്യാറാക്കും. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ കാപ്പിയാണ് ഫിൽറ്റർ കോഫി. വളരെ എളുപ്പത്തിൽ, രുചികരമായി, അതുപോലെ തന്നെ പെർഫെക്റ്റായി വീട്ടിലെങ്ങനെ ഒരു ഫിൽറ്റർ കോഫി തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാൽ ഫാമിലി ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഫിൽറ്റർ കോഫി തയ്യാറാക്കുന്നതിന് വേണ്ടി കോഫി ഫിൽറ്റർ ആവശ്യമാണ്. പലതരത്തിലുള്ള കോഫി ഫിൽറ്റർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഒരു കോഫി ഫിൽറ്ററാണ് ഇവിടെ ഫിൽറ്റർ കോഫി തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. ഈ ഫിൽറ്ററിന് 3 പാർട്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും താഴെയുള്ള ചെമ്പല്ലാണ് കോഫി ഡിക്കോഷൻ കളക്ട് ചെയ്യുന്നത്. അതിനു മുകളിലത്തെ ചേമ്പറിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാപ്പിയോ ചായയോ ഏതായാലും തയ്യാറാക്കുമ്പോൾ അതിൻ്റെ രുചിയുടെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അതിൽ ചേർക്കുന്ന കാപ്പിപ്പൊടിയുടെയോ ചായപ്പൊടിയുടെയോ ക്വാളിറ്റി അനുസരിച്ചാണ്. സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഫിൽറ്റർ കോഫി തയ്യാറാക്കുന്നതിന് വേണ്ടി ഫിൽറ്റർ കോഫി പൗഡർ എന്ന പേരിൽ പ്രത്യേകം കോഫി പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഫിൽറ്റർ കോഫി പൗഡറിൻ്റെ കവറിൻ്റെ പുറത്ത് അതിൽ ചേർത്തിരിക്കുന്ന കോഫിയുടെ പെർസെൻറ്റേജും ചിക്കറിയുടെ പെർസെൻറ്റേജും പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓരോ ബ്രാൻഡ് കോഫി പൗഡറിലും പെർസെൻറ്റേജിന് വ്യത്യാസമുണ്ട്. ചിക്കറി എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ റൂട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. കാപ്പി പൗഡറിന്റെ അതേ രുചിയുള്ള ചിക്കറി ചേർക്കുമ്പോൾ കാപ്പിക്ക് പ്രത്യേക നിറവും മണവുമാണ് കിട്ടുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബ്രൂവിന്റെ ഫിൽറ്റർ കോഫി പൗഡറാണ്. കോഫി ഫിൽറ്ററിന്റെ രണ്ടാമത്തെ ചെമ്പറിലേക്ക് 3 ടീസ്പൂൺ നിറച്ച് ഫിൽറ്റർ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. പ്രഷർ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡറിൽ 57% കോഫിയും 43% ചിക്കറിയുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി തിളയ്ക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിലത്തെ ചേമ്പറിന്റെ പകുതിയോളമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏകദേശം 9 ടേബിൾ സ്പൂണാണ് വരുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്ന കാപ്പിയുടെ കടുപ്പം അനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത്. ഒരു മീഡിയം കടുപ്പത്തിലുള്ള കാപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പ്രസ് വെച്ച് തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം പ്രസ് എടുത്ത് മാറ്റിയിട്ട് മെല്ലെ അടപ്പ് അടച്ചു കൊടുക്കാം. എളുപ്പത്തിൽ തുറന്നെടുക്കുന്നതിന് വേണ്ടിയാണ് മെല്ലെ അടപ്പ് അടയ്ക്കാൻ പറയുന്നത്. പൂർണ്ണമായിട്ടും വെള്ളം താഴേക്ക് ഫിൽറ്ററായി താഴത്തെ ചേമ്പറിൽ കോഫി ഡിക്കോഷൻ റെഡിയാകുന്നതിന് വേണ്ടി ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ ആവശ്യമുണ്ട്. ഡിക്കോഷൻ പൂർണ്ണമായിട്ടും താഴത്തെ ചേമ്പറിൽ കളക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം ചേർക്കാതെ വേണം പാല് തിളപ്പിച്ചെടുക്കാൻ. കാപ്പിക്ക് രുചി കൂട്ടുന്നത് പാലിൻ്റെ അളവ് കൂടി നിൽക്കുമ്പോഴാണ്. കോഫി ഡിക്കോഷൻ റെഡിയാകുന്ന സമയത്ത് പാല് തിളപ്പിച്ചാലേ നല്ല ചൂടോടുകൂടി ഡിക്കോഷനിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് കാപ്പി റെഡിയാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഫിൽറ്റർ കോഫി റെഡിയാക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെയും മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 ടീസ്പൂൺ ഡിക്കോഷനാണ് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഡിക്കോഷൻ ചേർക്കുന്നതിൻ്റെ അളവ് ഗ്ലാസിൻ്റെ 1/3 അതിനുശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. മധുരം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് നല്ലതുപോലെ പതപ്പിച്ച് കാപ്പി എടുക്കാം. ഇത് കാപ്പിയുടെ രുചി കൂട്ടും. അങ്ങനെ ഇവിടെ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഫിൽറ്റർ കോഫി വളരെ എളുപ്പത്തിൽ വളരെ രുചിയോടുകൂടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഫിൽറ്റർ കോഫി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുമായി മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.